ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ സർ, ഓഫീസിൽ നിന്ന് ജോർജ് ജോസഫാ സംസാരിക്കുന്നത്. എന്താ ജോർജ്? സർ, ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചേ. ഗുഡ് ന്യൂസോ? കേക്കട്ടെ. ആരെന്തൊക്കെ പറഞ്ഞാലും രാജു അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കോടികളുടെ അഴിമതി ചെയ്തത് പ്രതാപനാണോ? ചേച്ചി, ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാ ഏട്ടൻ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തി ഏട്ടനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കരുത്. ഇതേ കോടികളുടെ കുംഭകോണോ? ഇത് തെളിയിക്കാനേ കട്ടവനെ പിടിക്കണം. കട്ടവൻ ഇവിടെ തന്നെ ഉണ്ട്. നല്ല കയ്യൂക്കുള്ള പോലീസുകാരൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ അവൻ സത്യം പറയും. ദേ വന്നു കള്ളൻ. മരുമകനാണെന്നുള്ള പരിഗണനയൊക്കെ തൽക്കാലം മറന്നേക്ക്. എന്നിട്ട് നീ അവനോട് ചോദിക്ക്. കാരണം ഇവിടെ നഷ്ടപ്പെട്ടതേ നിന്റെ പ്രതിച്ഛായയാ. ഒരു വിട്ടുവീഴ്ചയും നീ അവനോട് കാണിക്കരുത്. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്ക. സത്യവൻ പറയും. ഇല്ലെങ്കിലേ അടിച്ചവനെ പുറത്താക്ക്. ചോദിക്ക്. ഹലോ സർ, ഓഫീസിൽ നിന്ന് ജോർജ് ജോസഫാ സംസാരിക്കുന്നത്. എന്താ ജോർജ്? സർ, ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചേ. ഗുഡ് ന്യൂസോ? കേക്കട്ടെ. സാർ, വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. ആ ലാപ്ടോപ്പ് തട്ടിപ്പടുത്തിയത് ആ കമ്പനിക്കാർ തന്നെയാ. സാർ, അവര് കമ്മീഷണർ ഓഫീസിലെത്തി കുറ്റസമ്മതം നടത്തി. ഈശ്വര, താങ്ക് യു ജോർജ്. ഈ ഗുഡ് ന്യൂസ് അറിയിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ രക്ഷപ്പെട്ടു. ഈ തട്ടിപ്പ് നടത്തിയത് അതിന്റെ കമ്പനിക്കാർ തന്നെയാണെന്ന് തെളിഞ്ഞു. അവര് സറണ്ടറായി. നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും തൃപ്തിയായല്ലോ. രാജുവിനെ കള്ളനാക്കാൻ എന്തൊരു തിടുക്കമായിരുന്നു. ആ കച്ചവടത്തിൽ ഇവനും പങ്ക് കാണും. മിണ്ടി പോരുത്. രാജു അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. രാജുവിനോടുള്ള നിന്റെ പക ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. പറഞ്ഞേക്കാം. രാജു, നീ വാ. എങ്ങനെ നന്ദി പറയണോന്നറിയില്ല. നന്ദിയോ? എന്തിന്? പോലീസുകാർക്ക് ഇട്ടുകൊടുക്കാതെ രക്ഷിച്ചതിന്. അതിന് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾക്കുള്ള പണിഷ്മെന്റേ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങളെ എങ്ങനെ വേണേ ശിക്ഷിച്ചോളൂ, പക്ഷെ പോലീസിന് മാത്രം ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിൽക്കങ്ങോട്ട്. ഇവരോട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയേ. നീങ്ങി നിൽക്ക് സ്ത്രീയെ. ചെല്ലമ്മ, നിങ്ങൾ എന്താ പരിഷ്കാരിയാണോ? അയ്യോ അല്ല. പിന്നെന്താ ഈ വേഷം? സർക്കസിലാണോ ജോലി? അല്ല. മര്യാദക്കുള്ള ഡ്രസ്സ് ധരിച്ച് നടന്നോണം. മനസ്സിലായോ? മനസ്സിലായി. ഈ പ്രായത്തിലുള്ള സ്ത്രീകള് ധരിക്കുന്ന വേഷം അതെന്താ? സെറ്റും മുണ്ടോ സാരിയോ? മതി.
അത്യാവശ്യം വീട്ടുജോലികളും ചെയ്ത് രാമനാമം ജപിച്ച് ജീവിക്കണം. ജീവിച്ചോളാം. ഹാ, മറ്റുള്ളവരെ പറ്റി മോശം പറയരുത്. അന്യരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുകയും ചെയ്യരുത്. ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. കുതികാല് വെട്ട്, ഏഷണി പറച്ചില്, മറ്റുള്ളവർക്ക് വേലവയ്പ്, ഉന്നായ്മ, കുശുമ്പ് ഇതൊന്നും ഇല്ലാതെ ജീവിച്ചോളാമേ. ജീവിച്ചില്ലെങ്കിൽ ഈ കേസ് പിന്നെ വരും. നിങ്ങൾ അമ്മയും മകനും വീണ്ടും അകത്താവും. എന്റെ പൊന്നുടയോനെ, ഞാനിനി ഒന്നിനും ഇല്ലേ. ദേ, യവനുമായിട്ടുള്ള സഹവാസമാണ് എന്നെ മോശക്കാരിയാക്കിയത്. നിങ്ങളിങ്ങോട്ട് മാറിയേക്ക്. ഓ ഇയാളൊരു നല്ല മദ്യപാനിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ഒരു 2 എണ്ണം. മേലിൽ മദ്യപിച്ച് പോരുത്. അയ്യോ ഇല്ല. ഭാര്യയോട് വഴക്കിടരുത്. ഉം, ഉം. ഭാര്യയും മകളെയും സ്നേഹിച്ച് ജീവിക്കണം. അവരെ സ്നേഹിച്ച് ജീവിച്ചോളാമേ. ഇയാളുടെ മകൾ എവിടെയാ? ഹോസ്റ്റലില്. മകളെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് മര്യാദയ്ക്ക് തന്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിച്ചോണം. എന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല മാഡം. പണി കഴിഞ്ഞിട്ട് മാറിയാ മതി. ജോലിയെടുത്താ ജീവിക്കേണ്ടത്, അല്ലാതെ കണ്ടവനെ പറ്റിച്ചിട്ടൊന്നും അല്ല. അറിയാവുന്ന ജോലിയെടുത്ത് കുടുംബം നോക്കി ജീവിച്ചോണം. ജീവിച്ചോളാമേ. ആ, ഇവിടെ നടന്നതൊന്നും ഞാനാരോടും പറയില്ല. നിങ്ങൾ പറയാതിരുന്ന അത് നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾ ആരോടും പറയില്ല. ഓക്കെ, എന്നാ നിങ്ങൾക്ക് പോവാം. വാ. നീ ഇരിക്ക. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇരിക്ക. എന്നെ ഈ മന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കാനും എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാനും പലരും പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിലൊന്നും വീണുപോകാതെ നോക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ചുറ്റും ശത്രുക്കളാണ്. ചിരിച്ചു കാണിക്കുന്നവരെല്ലാവരും നമ്മുടെ മിത്രങ്ങളല്ല, എല്ലാ അസൂയാലുക്കളാണ്. നീ വിഷമിക്കുന്നു വേണ്ട, അത് പോട്ടെ. സൂര്യമംഗലം തറവാട്ടിലുണ്ടായ ആ അറ്റാക്കിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ?